ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. എന്താ ഞാൻ നിങ്ങളോട് പറയുക? നമുക്ക് അനന്തമായ വളരെ സങ്കീർണമായ ഈ ലോകത്തിൻ്റെ സ്വഭാവവിശേഷം, ഘടന, ഇതൊക്കെ നമുക്ക് നല്ല പോലെ മനസ്സിലാവണം. നിങ്ങൾ ജീവിക്കുന്നത് ഒരു കൊച്ചു ഗൃഹത്തിലാകാം. അത് ഗ്രാമത്തിലോ പട്ടണത്തിലോ വൻ നഗരത്തിലോ മഹാനഗരിയിലോ ഒക്കെ ആവാം. എവിടെ താമസിക്കുകയാണെങ്കിലും നിങ്ങൾ സമ്പർക്കം നടത്താൻ പോകുന്നത് ഈ വിശാലവും അനന്തവും സങ്കീർണവുമായ ലോകത്തോടു കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ സമ്പർക്കം നടത്തുമ്പോൾ ആ ലോകത്തിൻ്റെ ഘടന എന്താ, സ്വഭാവവിശേഷം എന്താ എന്നുള്ളത് മനസ്സിലാക്കണോ വേണ്ടയോ? നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ബുദ്ധിയുണ്ടല്ലോ. നിങ്ങൾ കുട്ടികളെ കിൻഡർ ഗാർട്ടനിൽ നിന്ന് തുടങ്ങി ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞുള്ള സ്പെഷ്യലൈസേഷനൊക്കെ എടുപ്പിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താ? അറിവ് മേഖലയിലുള്ള പ്രയാണവും വിസ്താരവും ഒക്കെ അല്ലേ അത്? അപ്പോൾ അറിവ് വളരെ പ്രധാനമാണ്. നമുക്ക് എത്ര അറിവുണ്ടായാലും മതിയാവില്ല. അങ്ങനെ വരുമ്പോൾ നാം അധിവസിക്കുന്ന ഈ ലോകം എത്ര കണ്ട് സങ്കീർണമാണ്, ജടിലമാണ്, കുടിലമാണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. ആരാ അത് പറഞ്ഞ് മനസ്സിലാക്കി തരിക? നിങ്ങളുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയോ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? മോനെ, മോളെ, നീ ഇവിടെ ഇരിക്കുക, ഈ ലോകം എന്ന് പറയണത് എന്താണെന്ന് നിനക്കറിയാമോ? നമ്മൾ അധിവസിക്കുന്നത് ഭൂമിയിലാണ്. വലിയ അസ്ഥിവാരങ്ങളൊക്കെ ഇട്ട് നല്ലപോലെ കംപ്രസ്ഡ് പൈൽ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കെട്ടിടങ്ങളൊക്കെ കെട്ടുന്നുണ്ട്. പക്ഷേ എവിടെ കെട്ടണോ ആ ഭൂമി ഇങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക. സൂര്യന് പ്രദക്ഷിണവും വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ദാർഢ്യത്തിന് എന്താ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഭൂമിയെപ്പോലെ എണ്ണമറ്റ കോടാനുകോടി ഗോളങ്ങൾ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നിൻ്റെയും ഭ്രമണപഥത്തിൽ. അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ കേൾക്കണില്ലേ? പെട്ടെന്ന് ഇതാ നമ്മുടെ ചെന്നൈ നഗരത്തിൽ 1-2 തവണയായി ഈ സൈക്ലോൺ ഉണ്ടാവണം. എപ്പോഴാണ് ഒരു പേമാരി, ക്ലൗഡ് ബസ്റ്റൊക്കെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. 7500 കിലോമീറ്ററാണ് ഭാരതത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കടൽ തീരം. അങ്ങനെ കടലിൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന നമ്മൾക്ക് കടലിൻ്റെ പല വിക്ഷോഭങ്ങളും ബാലൻസിങ് പ്രവർത്തനങ്ങൾക്കൊക്കെ വിധേയരാവേണ്ടി വരും. ഒന്നിലോ ഇതൊക്കെ മനസ്സിലാക്കി ഇവിടെ ജീവിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ഈ രാജ്യം വിട്ട് എവിടെയാണ് പോവുക? പോക്ക് നടക്കുമോ? നടക്കില്ല. അപ്പോൾ ഇതെല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കി ജീവിക്കുക എന്നൊരു വഴിയേ ഇവിടെയുള്ളൂ. അതേമാതിരി ആരാ ഈ ജീവിക്കുന്നത്? നമ്മളാണ് ജീവിക്കുന്നത്. നമ്മളൊരു കുടുംബം എന്ന് പറഞ്ഞു. എന്താണ് ഈ കുടുംബം? വ്യക്തിയുടെ വർദ്ധിത രൂപമാണ് കുടുംബം. കുടുംബത്തിലാണ് വ്യക്തി ജനിക്കുന്നത്. പക്ഷേ വ്യക്തികൾ കൂടിച്ചേർന്നതാണ് കുടുംബം. കുടുംബങ്ങൾ കൂടിച്ചേർന്നാൽ സമാജത്തിൻ്റെ ഒരു ഭാഗമായി. ആ സമാജഭാഗങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യമാവുന്നത്. രാജ്യങ്ങൾ കൂടിച്ചേർന്നാലോ ലോകമായി. അങ്ങനെ ഈ ഭൂലോകത്തെ പോലെ അനവധി ഗ്രഹലോകങ്ങൾ ചേരുമ്പോഴാണ് അനന്തമായ ബ്രഹ്മാണ്ടം ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വ്യക്തിയിൽ നിന്നാണ്. ആ വ്യക്തിയുടെ ശരീരം വളരെ പരിമിതമാണ്. ഞാൻ നടക്കുമ്പോൾ എൻ്റെ ശരീരം എത്രയാ? ഒരാൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എന്നെ തൊട്ടു എന്ന് പറയില്ല, തൊട്ടാലേ തൊട്ടു എന്ന് പറയുള്ളൂ. അപ്പോൾ എൻ്റെ ശരീരമാണ് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു നിലയ്ക്ക് ബാഹ്യമായിട്ടുള്ള അതിര്. ആ ശരീരത്തോടു കൂടി ഞാൻ ജീവിക്കുക. ആ ശരീരത്തിലൂടെയാണ് ഈ ലോകസമ്പർക്കം നമുക്ക് ഉണ്ടാവുന്നത്, 5 ഇന്ദ്രിയങ്ങളോട് കൂടി. ആ സമ്പർക്കം ഉണ്ടാവുന്നത് ലോകത്തോടു കൂടിയാണെങ്കിലും എവിടെയാണ് ഈ സമ്പർക്കം നടക്കണത് എന്നൊന്ന് അന്വേഷിക്കണ്ടേ? വാസ്തവത്തിൽ ഇത് നടക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ, മനസ്ഥലത്തിലാണ്. മനസ്സെന്ന് പറയണതോ എൻ്റെ അപ്പ, നിങ്ങൾ വിചാരിക്കും ശരീരം പരിമിതമാണ്, അതുപോലെ പരിമിതമാകണം മനസ്സെന്ന്. അങ്ങനെ അല്ല. ശരീരത്തിൻ്റെ കൈകൾക്ക് നീളം കൂട്ടാനോ കാലുകൾക്ക് നീളം കൂട്ടാനോ മൂക്കിന് നീളം കൂട്ടാനോ ചുരുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അത് പ്രകൃതി തന്നെ മാതൃഗർഭത്തിൽ രൂപപ്പെടുത്തിയ ആ കണിശം തന്നെ അത് പരിപാലിക്കുക പുറത്തു വന്നാലും. എന്നാൽ നമ്മൾ ശരീരമല്ലല്ലോ. ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു വ്യക്തിത്വമുണ്ടല്ലോ.
ആ ഉൾവ്യക്തിത്വമാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 ഘടകം. ആ മനസ്സിനെ എടുക്കൂ, ബുദ്ധിയെ എടുക്കൂ, അഹങ്കാരത്തിനെ എടുക്കൂ, അതൊന്നും ഈ ശരീരത്തെ പോലെയല്ല. ശരീരം സ്ഥൂലമാണ്, അതിന് ആകൃതിയുണ്ട്, അതിന് ഭാരമുണ്ട്, തൂക്കമുണ്ട്, കനമുണ്ട്. എന്നാൽ ഈ മനസ്സിന് ഒരു തരത്തിലുള്ള ആകൃതിയുമില്ല, വലിപ്പവുമില്ല, അതിന് തൂക്കവുമില്ല. അപ്പം ശരീരവിലക്ഷണമാണ് മനസ്സ്, ശരീരവിലക്ഷണമാണ് ബുദ്ധി, ശരീരവിലക്ഷണമാണ് അഹങ്കാരം. അവിടെയാണ് ഈ സർവ്വ അനുഭവങ്ങളും വ്യവഹാരങ്ങളും ഓർമ്മയും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ മനസ്സും ബുദ്ധിയും അടക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നല്ല ഒരു പഠനവും അറിവും ഉണ്ടെങ്കിലേ ഈ ലോകവുമായി സമ്പർക്കം നടത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാമോ കൂട്ടരെ, നമ്മളെ അധ്യാത്മശാസ്ത്രങ്ങളിൽ മുഴുവനും ഈ മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും കുറിച്ചുള്ള വർണ്ണനാ വിവരണങ്ങളാണുള്ളത്. നമ്മുടെ മനസ്സിനെ പറ്റി ആരെങ്കിലും ചിന്തിച്ച് നോക്കി മനസ്സിലാക്കാറുണ്ടോ? ഒരൊറ്റ കാര്യം എന്നോട് എല്ലാവരും പറയുള്ളൂ, സ്വാമിജി ഞാൻ ധ്യാനിക്കാനൊക്കെ നോക്കാറുണ്ട്, പതിവുണ്ട്, പക്ഷേ മനസ്സ് നിൽക്കണേ ഇല്ല എന്ന്. മനസ്സ് നിൽക്കാനുള്ളതാ? നിങ്ങളുടെ മനസ്സ് നിന്നുപോയി എന്ന് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് ആലോചിക്കുന്നുണ്ടോ? മനസ്സ് നിൽക്കാനുള്ളതല്ല. നമ്മുടെ രക്തസഞ്ചാരം നിൽക്കുമോ? ശ്വാസോച്ഛ്വാസങ്ങൾ നിൽക്കുമോ? എന്താണ് ഇവിടെ നിൽക്കണത്? ഇവിടെ നിൽക്കുന്നതായിട്ട് യാതൊന്നുമില്ല. അണുക്കളുടെ ഉള്ളിൽ ഇലക്ട്രോൺ കിടന്ന് തിരിയാണ് ചെയ്യണത്. ഭൂമി കിടന്ന് തിരിയണു, സൂര്യൻ കിടന്ന് തിരിയണു, പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ ഒട്ടാകെ കിടന്ന് ഭ്രമണം ചെയ്യണു. എന്നാൽ പ്രപഞ്ചം നീങ്ങുന്നില്ല. പ്രപഞ്ചത്തിന് നീങ്ങിയാൽ പിന്നെ എവിടെയാണ് പോകാൻ പറ്റുക? അപ്പോൾ ഇവിടെ ചലനം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും സ്വഭാവവിശേഷ. അപ്പം നമ്മുടെ മനസ്സ് നിൽക്കണം എന്നാണോ പറയണത്? അല്ല 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 അല്ലല്ലല്ലല്ലല്ലല്ല. പിന്നെ മനസ്സിന് എന്തു വേണം? പവിത്രമാക്കണം, ശുദ്ധമാക്കണം, കനം കുറയ്ക്കണം. മനസ്സിനെ കനം കുറയ്ക്കാനേ നമുക്ക് പറ്റുള്ളൂ. മനസ്സിൽ നിർഗളിക്കുന്ന ചിന്തകൾ കൊണ്ട് മനസ്സിന് വിഷമമില്ലാതെയാക്കി തീർക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് നേടാൻ പറ്റും. ആ സ്ഥിതിവിശേഷത്തെയാണ് സ്ഥിതപ്രജ്ഞൻ, സ്ഥിതധി എന്നൊക്കെ ചിത്രീകരിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്നറിയോ? അധ്യാത്മശാസ്ത്രങ്ങളിൽ മുഴുവൻ പ്രതിപാദിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മാനമഹിമകളാണ്. മാനം എന്ന് പറഞ്ഞാൽ എന്താ? പരിമാണം, അളവ്. മനസ്സിൻ്റെ അളവൊന്ന് പറയൂ. അതൊരു കടുക് പോലെയാണോ? അതോ ഒരു തേങ്ങയോ ചക്കയോ പോലെയോ? അല്ല അതൊരു പർവ്വതത്തോളമുണ്ടോ? അല്ല സമുദ്രമാണോ അതിൻ്റെ സമാന വസ്തു? അതോ ആകാശമോ? ആകാശവല്ലേഭവിദൂരഗോഹം. ഞാൻ പലപ്പോഴും പാടുന്നൊരു പാട്ടാണത്. അത് കേട്ട് നമ്മുടെ പല ശിഷ്യന്മാരും ഇത് പഠിച്ചിട്ടുണ്ട്. ഇത് കേട്ട് ഒരാൾ സന്യസിക്കാൻ നിശ്ചയിച്ചു. ആകാശവല്ലേഭവിദൂരഗോഹം, ആകാശത്തെ പോലെ ഒരു വിധത്തിലുള്ള ലേപനവും എനിക്കുണ്ടാവണില്ല എന്ന്. ഇവിടെ ഭൂമിയിൽ പലതും നടക്കണു, സമുദ്രത്തിൽ നടക്കണു, കാറ്റിൽ നടക്കണു, അഗ്നിയെ സംബന്ധിച്ച് നടക്കണു. ഈ നടക്കുന്നതൊന്നും ആകാശത്തിൽ ഒരു തരത്തിലുള്ള പോറലോ ആഘാതമോ ഉണ്ടാക്കുന്നില്ല. എന്താ കാരണം? ആകാശത്തിൻ്റെ സൂക്ഷ്മ സ്വഭാവം. അതിനേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ മനസ്സ്. മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ദ്രവ്യത്തിൽ പെടാതെ അതിസൂക്ഷ്മമായിരിക്കുന്ന ചേതനാവിശേഷം സ്ഫുരണങ്ങളായ മനസ്സും ബുദ്ധിയുമൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ മാനം, അളവ് എത്രത്തോളമുണ്ട്, മഹിമ എത്രത്തോളമുണ്ട്, ശക്തി എത്രത്തോളമുണ്ട്, സാമർഥ്യം എത്രത്തോളമുണ്ട്, മികവ് എത്രത്തോളമുണ്ട്, അതിൻ്റെ പ്രാഗൽഭ്യം എത്രയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണോ വേണ്ടയോ? മനസ്സിലാക്കാതിരുന്നാൽ നിങ്ങളെ പമ്പര വിഡ്ഢികൾ എന്നല്ലാണ്ട് ഞാൻ എന്താ പറയുക? അവനവൻ്റെ സ്വന്തം മനസ്സിൻ്റെ മാനം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ പറയുക? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു മുഖറ് വീർപ്പിച്ച് 4 ദിവസം ഇരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് നിങ്ങളെന്തിനാ മുഖറ് വീർപ്പിക്കണേ? അയാളല്ലേ വീർപ്പിക്കണ്ടേ? നിങ്ങളെന്തെങ്കിലും തെറ്റ് ചെയ്തോ? അയാളല്ലേ കുറ്റം പറയണത്. അപ്പോൾ കുറ്റം പറയുന്ന ആൾ കുറ്റം പറഞ്ഞതിന് സങ്കടപ്പെട്ടോട്ടെ. നിങ്ങളിൽ ആ കുറ്റം ഉണ്ടെങ്കിൽ ആ ആളെ പോയി നമസ്കരിക്കൂ. പറഞ്ഞത് നന്നായി, ഞാൻ തിരുത്തിയെടുക്കാം. കുറ്റമില്ലെങ്കിലോ മിണ്ടാതെ കിണറ്റിൻ്റെ ഉള്ളിൽ കല്ലെടുത്തിട്ട പോലെ ഇരിക്കൂ. അതിന് പകരം പറഞ്ഞു 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 എന്ത് പ്രാന്ത? വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ലേ? എടോ മനുഷ്യ, താൻ ഒന്നിനും കൊള്ളാത്തവനാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ
അതിൽ പരിഭ്രമിക്കുകയാണത്രേ. അറിവും പരിചയവും സമ്പന്നതയും ഉള്ളവരാരും അങ്ങനെ പരിഭ്രമിക്കില്ല. മരിച്ചവരെക്കുറിച്ചും മരിക്കാത്തവരെക്കുറിച്ചും പണ്ഡിതന്മാർ സമബുദ്ധിയുള്ളവരാണ്. ഒരു വിധത്തിലും കുലുങ്ങി മറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനോട് പടക്കളത്തിൽ ഉപദേശം തുടങ്ങിയത്. അശോച്യാൻ അന്വശോചസ്ത്വം ഗതാസൂൻ അഗതാസൂംശ നാനുശോചന്തി പണ്ഡിതാഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറപ്പെട്ടത്. അപ്പോൾ ഒരാൾ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ എന്തിനും കുലുങ്ങണു? അപ്പോൾ ഈ അധ്യാത്മ നേട്ടങ്ങളെല്ലാം തന്നെ ഒരൊറ്റ വാചകത്തിൽ ഞാൻ പറയാം. നമ്മുടെ ഉൾമനസ്സിനെയും ഉൾബുദ്ധിയെയും സ്പർശിച്ച് അതിന് വേണ്ട ഗുണങ്ങളെല്ലാം വളർത്തിയെടുത്ത് ഈ മനസ്സിനെയും ബുദ്ധിയെയും സമ്പന്നമാക്കി, സമ്പുഷ്ടമാക്കി, അലങ്കൃതമാക്കി, ധന്യധന്യമാക്കി, അനുഗ്രഹീതമാക്കി ആ അനുഗ്രഹവർഷം ബാക്കിയുള്ളവർക്ക് കൂടി ഒഴുകി ഒഴുകി പോകത്തക്ക വിധത്തിൽ ലോകസംഗ്രഹാർത്ഥം ജീവിക്കാൻ ഒരു മനുഷ്യനെ യോഗ്യനാക്കി തീർക്കുന്നതിനാണ് അധ്യാത്മജീവിതം മുഴുവനും. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുമോ? എന്നാൽ എനിക്ക് വളരെയധികം സന്തോഷവും കൃതാർത്ഥതയുമുണ്ട്. ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൽ എന്നും നടക്കേണ്ടത് അതാണ്. തത്വസമീക്ഷണം ചെയ്യുക. എന്തിനെക്കുറിച്ച്? മനസ്സിനെക്കുറിച്ച്, ബുദ്ധിയെക്കുറിച്ച്, അഹങ്കാരത്തെക്കുറിച്ച്. ഈ മനസ്സും ബുദ്ധിയും അഹങ്കാരവും കൂടി എന്തെല്ലാം കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അന്യഥ ഗ്രഹിക്കുന്നുണ്ടോ, അതിനെല്ലാം വേണ്ടതുപോലെ വിലയിരുത്തി മനസ്സിൻ്റെ മാനമഹിമകൾ വർദ്ധിപ്പിക്കുക, ബുദ്ധിയുടെ സൂക്ഷ്മത വർദ്ധിപ്പിക്കുക. ഒരാളെ കണ്ടാൽ മനസ്സിലാവണം ആ ആളെ എങ്ങനെയുള്ളവനാണെന്ന്. സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരനെ കാണുകയല്ല, അനുഭവിച്ച് ആ അനുഭവത്തിൽ ഊളവച്ച് ആറാടി ആനന്ദ നിർഭരതയോടെ വാഴുക. ഇതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ എത്ര കാലം നിങ്ങളുടെ കണ്ണുകൊണ്ട് തീർത്ഥാടനം നടത്തി എല്ലാം കേട്ടും കണ്ടും വന്നാലും എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കൂട്ടരെ. നമ്മുടെ കണ്ണുകൊണ്ട് മുൻഭാഗം മാത്രമേ കാണുള്ളൂ, നമ്മുടെ ഈ ഭാഗം കാണില്ല, മുതു കാണില്ല. ആ കണ്ണുകൊണ്ടാണോ തീർത്ഥാടനം നടത്തി നിങ്ങൾ ഈശ്വരനെ കണ്ടുപിടിക്കാൻ പോണത്? പോക്ക് നിർത്തേൻ, ഒരിടത്തിരിക്കേൻ, കണ്ണടയ്ക്കേൻ, എന്നിട്ട് മനസ്സിൻ്റെയും ബുദ്ധിയെയും മാനമഹിമകളെ വർദ്ധിപ്പിക്കൂ. ഞാൻ ഇന്നലെ പറഞ്ഞു കപിലൻ അമ്മയോട് സംസാരിച്ച ഒരു ഭാഗം, അതിൻ്റെ ഒരു ഭാഗവും കൂടി പറയാം എന്നെനിക്ക് തോന്നി. തിദിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. ഈ ശ്ലോകം ഞാൻ കണ്ടത് പൂർവാശ്രമത്തിൽ കൽക്കത്തയിൽ ഇരിക്കുമ്പോഴാണെന്നാണ് തോന്നുന്നത്, അതോ അതിന് ശേഷം. ഇതങ്ങോട്ട് കണ്ടപ്പോണ്ടല്ലോ അപ്പം കഴിഞ്ഞു. അത് ഞാനുമായിട്ടുള്ള സ്നേഹം, ബന്ധം. എന്താ അവിടെ പറയണത്? തിദിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. ഒന്ന് എഴുതി വയ്ക്കിനപ്പാ, ഒന്ന് കുട്ടികളെ പറഞ്ഞു കേൾപ്പിക്കും. കിടന്നുറങ്ങുന്നതിന് മുൻപെങ്കിലും ഒരു തവണ ഇത് ചൊല്ലൂ. നിങ്ങളിങ്ങനെ ആവേണ്ടവരാ. സാധവഃ സാധുഭൂഷണാഃ. ലോകത്തിൽ സാധുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യർ, ആർക്ക് വേണമെങ്കിൽ നല്ലവനാവാം. ഞങ്ങളെയൊക്കെ സാധുക്കൾ സാധു മഹാത്മാക്കൾ എന്നാണ് വടക്കേ ഇന്ത്യയിൽ പറയുക. നന്നാവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, നന്നാവാൻ വേണ്ടി കഴിയുന്നവർ, നന്മ പരത്താൻ പരിശ്രമിക്കുന്നവർ, നന്മയായി തീരാൻ ഉദ്ദേശിക്കുന്നവർ, നന്മ ഇത് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. അവരാണ് സാധുക്കൾ. ആ സാധുക്കൾ എപ്പോഴാണ് സാധുഭൂഷണന്മാരാവുന്നത്? നല്ല തരത്തിലുള്ള അലങ്കാരങ്ങൾ അവർക്ക് കിട്ടും. സാധാരണ അവരെന്ത് ചെയ്യും? ശരീരത്തിനോ വസ്ത്രത്തിനോ ഉള്ള അലങ്കാരമൊന്നുമില്ല, എല്ലാം കൂടി മണ്ണിൻ്റെ നിറമാണ് വേണ്ടത്, അല്ലെങ്കിൽ കനകാംബരപ്പൂവിൻ്റെ നിറത്തിലുള്ള വസ്ത്രമാണ് ഞങ്ങൾ ധരിക്കുന്നത്. എന്താ അതിന് കാരണം? ഇതിൽ ചളിയായാൽ പെട്ടെന്ന് അറിയില്ലല്ലോ. വെളുത്ത് തുളുത്ത ദിവസേന കഴുകി വെടുപ്പാക്കണ്ടേ? അതിനുള്ള സോപ്പും കൂട്ടുമൊക്കെ കയ്യിലുണ്ടാവുമോ? ഉണ്ടാവില്ല. അങ്ങനെ നടന്നു പോകുന്നവരാ, നിലത്ത് കിടക്കുന്നവരാ. അപ്പോൾ അവരുടെ ശരീരം എപ്പോഴും മുഷിഞ്ഞിരിക്കും. അപ്പോൾ ആ മുഷിഞ്ഞ നിറം തന്നെ ആക്കി കളയാമെന്ന് പറഞ്ഞിട്ടാണ് മണ്ണിൽ നിന്നെടുത്ത കാവിയിൽ മുക്കുക, അല്ലെങ്കിൽ ഇതേമാതിരി വല്ലതിലും. അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് പോകുന്നവർക്ക് ശാരീരികമായി ഒരലങ്കാരവും ഇല്ല. എന്നാൽ അവർ അലങ്കൃതരല്ലേ? അവരോ ഈ ലോകത്തെ അലങ്കരിക്കുന്നവരാണ്, മനുഷ്യ സമാജത്തെ അലങ്കരിക്കുന്നവരാണ്.
ഭഗവാന് പോലും അവർ ഒരു അലങ്കാരമാണ്. ഭഗവാന്റെ പേര് പറയുക, ഭഗവാന്റെ ഗുണവിശേഷങ്ങൾ പറയുക, ആ ഭഗവാനെ വേണ്ടതുപോലെ സ്തുതിച്ച് മനസ്സിലാക്കി നല്ലപോലെ കൊടുക്കുക. ജയവിജയന്മാരുടെ കാര്യത്തിൽ സനകാദികൾ കടന്നു വന്നപ്പോൾ തടുത്തു നിർത്തിയല്ലോ. എവിടെ? വൈകുണ്ഠത്തിൽ. അവർ വിചാരിച്ചു ഞങ്ങൾ ഗേറ്റ് കീപ്പർമാരാ. ഗേറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഗോപുരത്തിൻ്റെ ചോട്ടിലുള്ള ബൊമ്മകൾക്കൊരു വിചാരമുണ്ട് അത്ര, ഞാനാ ഗോപുരത്തിന് താങ്ങണതെന്ന്. അതുപോലെ ഗേറ്റ് കീപ്പർമാർ ഞാനാ വൈകുണ്ഠത്തിൻ്റെ താക്കോല് ഞങ്ങളുടെ കയ്യിലാണ്, പ്രവേശനം ഞങ്ങളുടെ കയ്യിലാണെന്ന് വിചാരിച്ച് ഗർവ് തോന്നി. ചെറിയ കുട്ടികളായി നടക്കുന്ന സനകാദികൾ അവരെപ്പോഴും ചെറുപ്പക്കാരാ, ബാലന്മാരാ, കുമാരന്മാരാ. അവരവിടെ ചെന്നു തടുത്തങ്ങോട്ട് നിർത്തി. കടക്കരുത്, ഇത് വൈകുണ്ഠാണ്, നിങ്ങളെപ്പോലെയുള്ളവർക്ക് വരാനുള്ള സ്ഥലമല്ല. പക്ഷേ പറഞ്ഞത് തെറ്റായിപ്പോയി. അവർ കാഴ്ചയ്ക്ക് ചെറുപ്പക്കാരാ, ശരീരം മാത്രമേ ചെറുപ്പമുള്ളൂ. ആ ചെറുപ്പം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മഹത്വവും മേന്മയും മഹിമയും അവിടെയാണ് വ്യത്യാസം. ഒരു മനുഷ്യൻ്റെ ശരീരമാണോ അവൻ നിശ്ചയിക്കുന്നത്, അതോ ഉൾവ്യക്തിത്വമോ? ഒന്ന് നല്ലോണം ആലോചിച്ച് മറുപടി പറയും. അപ്പോൾ അവർ പറഞ്ഞു, രജസ്തമോഭ്യാം രഹിതേ പാദധൂലേ മധുദ്വിഷ. എന്ത്? ഇത് വൈകുണ്ഠമാണ്, വൈകുണ്ഠത്തിലെ കാവൽക്കാരാ നിങ്ങൾ. ഇവിടെ രജസ്സും തമസ്സിനും ഒന്നും സ്ഥാനമില്ല, സാത്വികമാണ് ഇവിടെ എല്ലാം. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ശുദ്ധസത്വമൂർത്തി എന്നാണ് അർത്ഥം. സത്വഗുണമുള്ളവരെ ഇവിടെ കടന്നു വരാൻ പാടുള്ളൂ. അപ്പം ഞങ്ങളിവിടെ സത്വശുദ്ധിയോടുകൂടി വന്ന് സാത്വിക മൂർത്തിയെ കാണാൻ വരുമ്പോൾ നിങ്ങൾ തടുത്തു നിർത്തുക. അപ്പോൾ പിന്നെ ആർക്കുള്ളതാ ഈ സ്ഥലം? ആരാ ഇവിടെ വരേണ്ടത്? രാക്ഷസന്മാരോ അസുരന്മാരോ കുലടന്മാരോ? ശുദ്ധിയുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ലെങ്കിൽ അപ്പം നിങ്ങളാരാ തടുത്തു നിർത്താമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ശപിച്ചു. പോട്ടെ, 3 ജന്മം അസുരജന്മമെടുത്ത് നിങ്ങളുടെ ദുഷ്ടത മുഴുവൻ വമിച്ച് ഛർദ്ദിച്ച് കളഞ്ഞ് ശുദ്ധമായിട്ട് വരുമെന്ന്. അത് കഴിഞ്ഞ് അവർ വൈകുണ്ഠത്തിൽ പോയപ്പോൾ മഹാവിഷ്ണു എണീറ്റ് നിൽക്കണു. അയ്യോ, അബദ്ധം പറ്റിപ്പോയതാണ്, എന്നെ ക്ഷമിക്കണേ. എൻ്റെ കാവൽക്കാരനായാലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് എൻ്റെ അടുത്താണ് വരണത്. മുള്ളു വാഴയിൽ വീണാലും വാഴ മുള്ളിൽ വീണാലും കേട് വാഴയ്ക്കാണേ. അപ്പോൾ എനിക്കാണ് കേട്. അപ്പോൾ നിങ്ങളെ തടുത്തു നിർത്തിയത് വല്ലാത്ത തെറ്റായിപ്പോയി, ക്ഷമിക്കണേ. ഞാൻ പറയാം എനിക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായം. നിങ്ങളാണ് വാസ്തവത്തിൽ എന്നെപ്പറ്റി ശരിയായി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നടക്കണത്. വൈകുണ്ഠത്തിലുള്ള ഈ ഞാൻ, എനിക്ക് വല്ല കീർത്തിയുമുണ്ടെങ്കിൽ അത് സജ്ജനങ്ങളുടെയും ജ്ഞാനികളുടെയും തത്വപ്രവചന പരമ്പരയിലൂടെ മാത്രമാണ്. ഞാൻ അങ്ങയ്ക്ക് വളരെയധികം നിങ്ങൾക്ക് കടപ്പെട്ടവനാണ്. അതുകൊണ്ട് വലിയ തെറ്റ് സംഭവിച്ചു. പിന്നെ നിങ്ങൾ ശപിച്ചുവല്ലോ, അത് വളരെ നന്നായി. അവർ ശുദ്ധരായിട്ട് ഇങ്ങോട്ട് വരട്ടെ. അവരെ ഈ അശുദ്ധിയും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അറിഞ്ഞില്ല എന്ന് മാത്രം, അറിയേണ്ടതായിരുന്നു, സാധിച്ചില്ല. അങ്ങനെ പോയി, നന്നായി എന്ന് പറഞ്ഞു. അത്ര അതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ളവർ വാചാലന്മാരായി ഭഗവാന്റെ ഗുണഗണങ്ങളെ ജനങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞ് പരത്തി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ വിസ്മരിക്കപ്പെടും. ഒരൊറ്റ ആളും അറിയില്ല, കാരണം അദൃശ്യനാണേ. ഇതാണ് സാധുജനങ്ങളുടെ ലക്ഷണം. തിതിക്ഷവ കാരുണികാഹ സുഹൃത സർവദേഹിനാം. അവർ നല്ല സഹനശക്തിയുള്ളവരാ. 1-ാം വാക്കിന് കയറിയടിക്കും, ഒന്നാം വാക്കിന് ശുണ്ഠിയെടുക്കും, 2-ാം വാക്കിന് കയറിയടിക്കും എന്നുള്ള കൂട്ടരല്ല അവർ. ധാരാളം സഹിക്കും. കാരുണികാഹ, നല്ല കാരുണ്യമുണ്ട്. സുഹൃത സർവദേഹിനാം. ഒരു പെൺകുട്ടി ആരുമില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് കരയണത് കണ്ടു. ഉടനെ കണ്ണു മഹർഷിയാ. അദ്ദേഹത്തിന് കുടുംബവും കുട്ടികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ പെൺകുട്ടിയെ ഉടനെ പെറുക്കിയെടുത്തു. കല്യാണം ഭർതൃഗൃഹത്തിലേക്ക് പോകുന്നത് വരെ പരിരക്ഷിച്ചു കൊണ്ടുവന്നു. ആരാ അത് ചെയ്യുക? നിങ്ങളിങ്ങനെ ചെയ്യുമോ? ഏതെങ്കിലും ഗൃഹസ്ഥന്മാർ വഴിയിൽ കിടക്കുന്ന കുട്ടികളെ പെറുക്കി കൊണ്ടുവന്ന് സ്വന്തം കുട്ടികളുടെ കൂടെ എടുത്തു വളർത്തുന്ന എത്ര ഗൃഹസ്ഥന്മാരുണ്ടപ്പാ നിങ്ങളുടെ ഇടയിൽ? നിങ്ങളൊക്കെ മൂരാച്ചി ഹൃദയക്കാരാ. നിങ്ങൾക്കൊന്നുമില്ല അങ്ങനെയുള്ള ദയവും കനിവുമൊന്നും. പൂർണ്ണ ഗർഭിണിയായി സീതയെ അപവാദത്തോടുകൂടി ഉപേക്ഷിച്ച ശ്രീരാമൻ ഉപേക്ഷിക്കാൻ എവിടെയാണ് കണ്ടത്? വാൽമീകി ഹൃദയത്തിൻ്റെ കവാടത്തിൻ്റെ അവിടെ ഉപേക്ഷിച്ച് വരുമെന്നാണ് പറഞ്ഞത്. ഗർഭിണിയായിരിക്കുമ്പോൾ തപസ്വികളെ കുറച്ചു കാലം ശുശ്രൂഷിച്ച് ആ ജനിക്കാൻ പോകുന്ന കുട്ടി നന്നാവണം എന്നൊരു അഭിലാഷമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു ശ്രീരാമൻ്റെ അടുത്ത് ആര്? സീത. അത് ഓർമ്മ വച്ച് ആ വ്യാജത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു വരുമെന്നാണ് പറഞ്ഞത്.
ആ പൂർണ്ണ ഗർഭിണിയെ കണ്ട ഉടനെ വാൽമീകി മഹർഷി പറയുക, എൻ്റെ പൊന്നുമോളെ, ഞാൻ നിന്നെയും കുറ്റം പറയുന്നില്ല, നിൻ്റെ ഭർത്താവിനെയും കുറ്റം പറയുന്നില്ല. നിനക്കിപ്പോൾ ആവശ്യം പരിരക്ഷണമാണ്. അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുന്നത് പോലെ ഈ ആശ്രമത്തിൽ താമസിച്ചോ. ഇവിടെയുള്ള ചെടികൾക്കെല്ലാം നല്ല പോലെ വെള്ളം കൊടുക്കും. അപ്പോൾ കുട്ടികളെ പാലൂട്ടുന്നത് പോലെയുള്ള ഒരു സന്തോഷവും ഒരു അലിവും നിൻ്റെ മനസ്സിനുണ്ടാവും. എൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാർ നിനക്ക് വേണ്ട പരിരക്ഷണമൊക്കെ നൽകും, പേടിക്കുക വേണ്ട എന്ന് പറഞ്ഞു. ഈ 2 മഹർഷിമാരും എന്തിനങ്ങനെ ചെയ്തേ? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, പോലീസിനോട് പറയാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, വലിയ ബുദ്ധിമുട്ടാവും എന്നൊക്കെ ആവും. തിദിക്ഷവ കാരുണികാഹ സുഹൃത സർവദേഹിനാം. ഞാനിങ്ങനെ പറയുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇതാ കണ്വ മഹർഷിയും വാൽമീകി മഹർഷി കുടുംബവും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് പൂർണ്ണ ഗർഭിണി വന്നു പെട്ടത്. ഒരു ചോദ്യവും ചോദിക്കാതെ അദ്ദേഹം പരിരക്ഷണം തുടങ്ങി. ഇതാണ് അവരുടെ സ്വഭാവം. തിദിക്ഷവ കാരുണികാഹ സുഹൃത സർവദേഹിനാം. എല്ലാ ദേഹികളുടെയും സുഹൃത്താണ്. അജാതശത്രവശാന്താഹ. അവർക്ക് ഒരു കാലത്തും ശത്രുവില്ല. എത്ര ശത്രുക്കൾ വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അവർക്ക് നമ്മൾ ശത്രുക്കളാവാം, അവർ നമ്മുടെ ശത്രുക്കളല്ല. എൻ്റെ കവാടം എപ്പോഴും തുറന്നിരിക്കുന്നു, ശത്രുത്വം പോയാൽ എപ്പോൾ വേണമെങ്കിൽ ഇവിടെ വരാമെന്നാണ് അവരുടെ മനസ്ഥിതി. ശാന്താഹ. ആശകൾ യാതൊന്നുമില്ല അവരുടെ മനസ്സിന്, അതുകൊണ്ട് പരമശാന്തന്മാരാ. സാധവ. അവരാണ് സാധുജനങ്ങൾ, നല്ലവർ. സാധുഭൂഷണാഹ. അങ്ങനെയുള്ളവരാണ് എന്താ തീരുമാനിക്കുന്നത്? മയ്യനന്യേന ഭാവേന ഭക്തിം കുർവന്തിയേ ദൃഢാം മത്കൃതേ ത്യക്തകർമാണഃ ത്യക്തസ്വജനബാന്ധവാഃ. മയ്യനന്യേന ഭാവേന. ഈശ്വരനോട് അനന്യഭാവം വരുന്നു അവരുടെ മനസ്സിൽ. എന്താ ഈ അനന്യഭാവം? ഈശ്വരനല്ലാതെ ഒന്നുമില്ല, ഉള്ളതൊക്കെ ഈശ്വരൻ. അപ്പോൾ അനന്യത്വമായി. ഭക്തിം കുർവന്തിയേ ദൃഢാം. അങ്ങനെ ഈശ്വരനല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞവരെ പെരുമ്പറയടിച്ചുകൊണ്ട് നടക്കുമോ? പൂവെടുത്ത് മാല കെട്ടി ചാർത്താൻ പുറപ്പെടുമോ അവർ? ഒന്നും ചെയ്യില്ല. ഭക്തിം കുർവന്തി ഏതൃഢാ. ഈശ്വരനോടുള്ള ആശ്രയം, ഈശ്വരൻ അതല്ലാതെ ഒന്നുമില്ല എന്നുള്ള അനുഭവം, ധാരണ, ദാർഢ്യം, ഉറപ്പ്, വിശ്വാസം, സാക്ഷാത്കാരം, ഇതൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ. ഒക്കെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പരിവർത്തനം, വിശേഷങ്ങളാണ്, ഗുണങ്ങളാണ്. മനസ്സുകൊണ്ടും ബുദ്ധിയുമാണ് ഈ ഭക്തിയെ നമ്മൾ അനുധാവനം ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളും പവിത്രതയുമെല്ലാം മനസ്സിനും ബുദ്ധിക്കുമാണ്. ഈ ഭക്തി എന്ന് പറയുന്നത് കൈകാലുകളുടെയോ ഇന്ദ്രിയങ്ങളുടെയോ ഒരു പ്രയാണമോ ഒരു അനുസന്ധാനമോ പ്രയത്നമോ അല്ല, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മാത്രമാണ്. അങ്ങനെയുള്ളവരെ മത്കൃതേ ത്യക്തകർമാണഃ ത്യക്തസ്വജനബാന്ധവാഃ. എനിക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കും. എത്ര വലിയ കോർപ്പറേറ്റ് ഓഫീസിൽ വലിയ ശമ്പളം കിട്ടുന്ന ആളാണെങ്കിലും എനിക്ക് വേണ്ട. ത്യക്തസ്വജനബാന്ധവാഃ. ഈ രക്തബന്ധവും വിവാഹബന്ധവും ഉണ്ടെങ്കിൽ അതിനെല്ലാം വിട്ട് അവർ ഭക്തന്മാരായിട്ടുള്ളവർക്ക് സമീപിക്കാനും അവരോട് സഹവാസം നടത്താനും അത് സുഗമമാക്കാനും പറ്റിയ തരത്തിലൊരു വേഷഭൂഷണത്തോടു കൂടി നടക്കും. ഇന്നലെയാണ് തോന്നുന്നു ഞാൻ നൈമിഷാരണ്യത്തിൽ ചെന്ന് നമ്മുടെ സഭാധിക അതിലിരിക്കുമ്പോൾ ഒരു സന്യാസിനി, വലിയ വയസ്സൊന്നും ആയിട്ടില്ല, മധ്യവയസ്സാൻ്റെ അടുത്ത് വന്നു. സ്വാമിജി, എനിക്ക് ഏകാന്ത തപസ്സാണ് വേണ്ടത്, വേറെ ഒന്നും വേണ്ട, അതിനെന്നെ അനുഗ്രഹിക്കൂ എന്ന് പറയാ. അതിശയപ്പെടാതെ എന്താ ചെയ്യുക? ഏകാന്ത തപസ്സാണ് അത്രേ വേണ്ടത്, വേറെ ഒന്നും വേണ്ട. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ കുടുംബത്തിലെ അട്ടയമാരി ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇത് മാത്രമല്ല നമ്മുടെ മനസ്സിന് സാധിക്കൂ. ഇതിനെ എല്ലാറ്റിനെയും വിട്ടൊരൊറ്റ പോക്ക് പക്ഷി പറക്കുന്നമാതിരി പറക്കാൻ സാധിക്കും. ശുഖബ്രഹ്മർഷി പറന്ന് വീണ ഉടനെ ഓടിയെന്നാണ് പറയണത്. നിങ്ങൾ ഈ പൂച്ച കണ്ണ് ചീമ്പി പാല് കുടിക്കുന്ന മാതിരി വീട്ടിലിരിക്കരുത് കേട്ടോ. അതിൻ്റെ വിചാരം എന്നെ ഒരാളും കാണില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ഗൃഹസ്ഥന്മാരെ പോലെയാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത്. ഗൃഹസ്ഥ ജീവിതം എന്തിനാ? ഗൃഹം വിടാൻ വേണ്ടിയിട്ടാണ് ഗൃഹജീവിതം. അവിടെ ഒരു 25-30 കൊല്ലക്കാലം ഭാര്യ ഭർത്താവ് ഒക്കെ ആയിട്ട് ഇരുന്നോളൂ. പക്ഷേ 10-25 കൊല്ലം കഴിഞ്ഞാൽ അടുത്തൂൺ പെറുകയെന്നുണ്ടല്ലോ, അതേമാതിരി അതിനെ വിട്ടുപോകണം. അതാണ് ആവശ്യം. ത്യക്തസ്വജനബാന്ധവാ. അപ്പോൾ ഭക്തി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാ? മയ്യനന്യേന ഭാവേന ഭക്തിം കുർവന്തിയേ ദൃഢാം മത്കൃതേ ത്യക്തകർമാണഃ
ത്യക്തസ്വജനബാന്ധവാ. ഇതാരാ പറയുന്നത്? കപിലൻ. ആരോട്? സ്വന്തം അമ്മയോട്. എന്നിട്ട് ഇത് പറഞ്ഞ് കപിലനൊരു പോക്കാ പോയി. അമ്മയോ? അമ്മയും പോയി. അച്ഛൻ പോയിക്കഴിഞ്ഞു. അവരും ഏകാന്ത ജീവിതത്തിൽ ഒരു യോഗിനിയായി കഴിഞ്ഞുകൂടെ അവരും ചെയ്തത്. അപ്പം നമ്മുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഈ അട്ടപ്പിടുത്തം മാത്രമല്ല സാധിക്കൂ, എല്ലാറ്റിനെയും ഫൂ എന്ന് പറഞ്ഞ് വിടാനും നമുക്ക് സാധിക്കും. ഈ വിടിവിക്കുന്നതും വിടാതിരിക്കുന്നതും ഇരുത്തിക്കുന്നതും രണ്ടും നമ്മുടെ മനസ്സാണ്. സങ്കുചിത മനസ്സ് സ്വാർത്ഥതയോടുകൂടി വാഴും, വികസിത മനസ്സ് ലോകസംഗ്രഹാർത്ഥം സഞ്ചരിക്കും. ഇതാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിങ്ങളിതൊക്കെ വായിച്ച് മനസ്സിലാക്കി എല്ലാവരും നന്നായിരിക്കും. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.